നമസ്കാരം. ഒരാളാണെങ്കിൽ തിരുത്താം. പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന മുഴുവൻ പേരുടെയും മനോഭാവം ഇതാണെങ്കിൽ അപകടകരമാണ്. ഇതൊന്നോ രണ്ടോ ആളുകളുടെ പ്രശ്നമല്ല. ഒരു സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്ന, സംസാരിക്കുന്ന, ശബ്ദമുയർത്തുന്ന ഓരോ പെൺകുട്ടിയുടെയും ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ്. ഇന്ന് കോഴിക്കോട് ഹരിതയുടെ മുൻ ഭാരവാഹികൾ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അവരത് കൃത്യമായി പറയുന്നുണ്ട്. ഇത്രയും വിഷയങ്ങൾ നേതൃത്വത്തെ അറിയിച്ചിട്ടും എന്ത് സംഭവിച്ചു എന്നതാണ് കഷ്ടം. ഇനി ഏത് കാലത്താണ് നേതാക്കൾ മാറാൻ പോകുന്നത്? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. മാറിയ കാലത്തും മാറാത്ത നേതാക്കൾ. പ്രേക്ഷകർക്ക് പ്രതികരിക്കാൻ വിളിക്കേണ്ട നമ്പർ 0471-354-2100. ആദ്യത്തെ കോൾ വടകരയിൽ നിന്നാണ്. രാജൻ ചേരുന്നു. രാജൻ, താങ്കൾ കണ്ടു കാണും രാവിലത്തെ ആ പ്രസ് മീറ്റ്. എത്ര കൃത്യമാണ് അവരുടെ വാക്കുകൾ, എത്ര ധീരമായ നിലപാടാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും മുഖ്യധാരയിലുള്ള ഒരു ചർച്ചാ വിഷയത്തിൽ പെൺകുട്ടികളുടെ ശബ്ദം ഉയർന്നു കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? മാഡം ക്ഷമിക്കണം, എനിക്ക് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലത്തെ പൊതുവേദി കേൾക്കാമോ? പറഞ്ഞോളൂ. ഇന്നലത്തെ പൊതുവേദി ചർച്ചയിൽ പല അഭിപ്രായങ്ങളും പറയും. ഞാനൊരു ശ്രോതാവായിരുന്നു. പല അഭിപ്രായം പറയുന്ന പൊതുവേദി എന്ന് പറഞ്ഞാൽ പല പൊതുജനങ്ങളുടെ അഭിപ്രായമാണ്. അപ്പൊ അത് പറയുമ്പോൾ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ചിലരുടെ പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല. മാഡത്തിന് ശ്രദ്ധിച്ചാൽ കിട്ടും, ഇന്നലത്തെ എടുത്ത് പരിശോധിച്ചാൽ. അതുകൊണ്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കുവാൻ ഇവർക്ക് ആരും അധികാരം കൊടുത്തിട്ടില്ല. നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചാനലിലേക്ക് വിളിക്കുകയില്ല, ശ്രോതാവുകയില്ല. ക്ഷമ ചോദിക്കുന്നു. ശരി, നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാലോ? ആ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഹരിത എന്ന് പറഞ്ഞ വിഷയം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ വനിതകൾക്ക് ഒരിക്കലും പ്രാധാന്യം കൊടുക്കില്ല. എനിക്ക് അത്രേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. ശരി, നന്ദി രാജ. സൂപ്പി ചേരുന്നു വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, താങ്കൾ കേട്ട് കാണുമല്ലോ. ഇത്രയും പറയേണ്ടി വന്നു, പറയിപ്പിച്ചതാണ്. കാരണം നേതൃത്വത്തോട് പലതവണ പരാതിപ്പെട്ടു, പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു. പക്ഷേ നേതൃത്വവും അതേ രീതിയിൽ തെറ്റുകളുടെ പാതയിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ള സമീപനമായിരുന്നു. അപ്പോഴാണ് നേതാക്കൾക്ക്, ഈ പെൺകുട്ടികൾക്ക് രാവിലെ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പറയേണ്ടി വന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അതൊരു സംഘടനയിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ്. അപ്പം സാധാരണക്കാരായ മെമ്പർമാരുടെ അവസ്ഥ എന്തായിരിക്കും, ഇല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന മറ്റു പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണ് താങ്കളുടെ പ്രതികരണം? എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പല പ്രാവശ്യം ഇതിനായി ശ്രമിച്ചിരുന്നു, ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി. PK നവാസ് എന്ന് പറഞ്ഞ ആള് മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഈ ലൗകിക പെണ്ണുങ്ങളോട് ഇതേമാതിരി സംസാരിക്കില്ല. കാരണം അത് ലൗകികമായ തന്നെയാണ്. നാവ് കൊണ്ടായാലും കൈ കൊണ്ടായാലും കാല് കൊണ്ടായൊക്കെ അതിനൊക്കെ കേസെടുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുക. ആ പെൺകുട്ടികളായത് കൊണ്ടാണ് മുഖത്ത് നല്ല നേരിപട്ടം കൊടുക്കേണ്ട സീസൺ ആ പെൺകുട്ടികൾ ആ നവാസിന്റെ മേലെ ആണ് എന്റെ അഭിപ്രായം. ശരി, നന്ദി. വിളിച്ചതിന് ഷാജി ചേരുന്നു തൃശ്ശൂരിൽ നിന്നാണ്. ഷാജി, ഇത് നമ്മൾ ഇന്നും ഇന്നലെയും കേട്ടതല്ല, ഇത് മുസ്ലിം ലീഗിന്റെ മാത്രം പ്രശ്നവുമല്ല. പക്ഷേ ഇപ്പോൾ അത് തുറന്നു പറയുന്നത്, ഇല്ലെങ്കിൽ പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് ലീഗിന്റെ ഈ നിലപാടുകളിൽ നിന്നും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അവർ കാരണം അനുഭവിക്കുന്ന ഈ പെൺകുട്ടികൾ അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യമാണ്. ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരേ മനോഭാവം, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നു, അവരെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നു, അവരുടെ നഗ്ന വീഡിയോ കയ്യിലുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നു. അത്തരത്തിലുള്ള വളരെ മോശകരമായ പ്രവൃത്തിയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്നവർ തിരിയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിപ്പോ മുസ്ലിം ലീഗ് നമ്മൾ പറയുന്ന പോലെ തന്നെ അവരുടെ നേതൃത്വം എന്ത് ചെയ്താലും അവര് മാത്രം, പഴയ ആൾക്കാരുടെ ചെയ്യുന്ന മാത്രം ഒരു നല്ലതാണെന്നുള്ള സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നു. ഹരിതയിലെ പെൺകുട്ടികൾ മാത്രമല്ല, ഈ രാജ്യത്തുള്ള എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കും പറയാനും അവരുടെ നിലപാടുകൾ പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടത്. അല്ലാതെ പഴയ കാലത്തെ പോലെ നമ്മൾ കാരണന്മാരുടെ അടുത്തൊന്നും പറയാൻ പാടില്ല, കുട്ടികളുടെ അടുത്തൊന്നും പറയാൻ പാടില്ല. അങ്ങനെയുള്ളത് തുറന്നു പറയാനുള്ള ഒരു വേദി ഉണ്ടാകുകയിലൂടെ നമുക്ക് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ഇനിയുള്ള തലമുറയ്ക്ക് ഇവിടെ സ്ത്രീകൾക്കും പ്രാതിനിധ്യം വേണമെന്ന് പറയുന്ന ഒരു പ്രവണത വളർത്തിയെടുക്കുകയാണ് നമുക്ക് വേണ്ടത് കേട്ടാ. അതിനുവേണ്ടി പഴയ തലമുറയിലുള്ള ആൾക്കാരെ വെട്ടി നിർത്തണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പുതിയവര് കടന്നു വരട്ടെ, പുതിയ സംസ്കാരം വളരട്ടെ, പുതിയ രീതിയിലുള്ള മേച്ചിൽപ്പുറങ്ങൾക്ക് പിന്നെയുള്ള മേച്ചിൽപ്പുറങ്ങളായി മാറാൻ നമുക്ക് കഴിയണം. നന്ദി ഷാജി. ബിജു ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീ ബിജു, ഈ ഹരിതയുടെ പരാതിയിൽ മുസ്ലിം ലീഗ് നേതൃത്വം കാണിച്ച നിസ്സംഗത അത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയെന്നാണ് രാവിലെ നജ്മ പറഞ്ഞത്. ഈ
ഹരിതയുടെ മുൻ ഭാരവാഹികളിൽ ഒരാളായ നജ്മ. നജ്മ അത് പറയുമ്പോൾ കൂടെ പറഞ്ഞ പി കെ കുഞ്ഞാലിക്കുട്ടി, കെ പി എ മജീദ്, അതുപോലെ പി എം എ സലാം, അങ്ങനെ തങ്ങൾമാരായ കുറച്ച് പേർ, അങ്ങനെ ഒരുപാട് പേരെ വിളിച്ച് പരാതി പറഞ്ഞിട്ടും ആ പരാതി കേൾക്കാൻ പോലും ഈ നേതൃത്വം ഒരു ഇത് കാണിച്ചില്ല, ഇല്ലെങ്കിൽ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലുമുള്ള ഒരു തയ്യാറായിരുന്നില്ല അവർ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം, അതും അങ്ങനെ ഒരു ലീഗിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ നിന്ന് തന്നെ വിളിക്കുമ്പോൾ അത് കേൾക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് സംഘടനയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ വെച്ചും എത്രത്തോളം മോശമാണ്? അല്ല, ഇന്നലെ പൊതുവേദി വിളിച്ച് ഇന്നലെ ബാലകൃഷ്ണൻ ഒരുത്തനെ ഇന്നലെ ആദ്യമായിട്ട് വിളിച്ചിട്ട് വന്നു, പിണറായി വിജയൻ കള്ളനും കൊള്ളക്കാരുമാണെന്ന്. ഹലോ, നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം. ഒരു മിനിറ്റ്. അതുപോലെ കോൺഗ്രസിലെ സഖ്യകക്ഷിയായ ഈ മുസ്ലിം ലീഗില് പി കെ കുഞ്ഞാലിക്കുട്ടി നോക്കിക്കേ, ഐസ്ക്രീം കൊടുത്ത് പീഡിപ്പിച്ചു. അതുപോലെ നേതാക്കന്മാരെല്ലാം കാണിക്കുന്നത് ഇങ്ങനെ. അതുപോലെ ആ പെൺകുട്ടി, ഈ ഹരിതയിലെ ഈ പെൺകുട്ടി ഞാൻ ആദ്യമായിട്ട് ഞാൻ അവർക്ക് കൺഗ്രാജുലേഷൻ പറയുക. ഇതുപോലുള്ള പെൺകുട്ടികൾ അവർക്കുണ്ട അനുഭവങ്ങൾ പുറത്തു വിടുമ്പോൾ അവരെ പുറത്തുവിടാതെ അവരെ അടിച്ചമർത്തുവാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള മുസ്ലിം നേതാക്കൾ ചെയ്യുന്നത്. ഐസ്ക്രീം കൊടുത്ത് പീഡിപ്പിച്ചിട്ട് അവൻ ഒരു കുഴപ്പവും ഇല്ലാതെ അവൻ ഞങ്ങൾ ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ നേതാവായിട്ട് നടക്കുക. അതുപോലെ മുസ്ലിം ലീഗിന്റെ മുസ്ലിം നിങ്ങളുടെ നേതാക്കന്മാരല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം കാമപ്രാന്തന്മാരും കോടിപ്രാന്തന്മാരും മാത്രമാണ്. CPM-ലുള്ള കള്ളന്മാരുള്ളത്, കോൺഗ്രസിലാണ് കള്ളന്മാരുള്ളത്. എല്ലാം കാമപ്രാന്തന്മാരാണ് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഉള്ളത്. സനൽ ചേരുന്നു ഹരിപ്പാട് നിന്ന്. ശ്രീ സനൽ, കുറച്ച് ദിവസമായി ഒരു പാർട്ടിക്കുള്ളിൽ നടന്ന കലഹം മാത്രമായിട്ട് നമുക്കിത് കാണാൻ പറ്റില്ല. കാരണം പൊതുസമൂഹം കൂടി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കാരണം ആ പെൺകുട്ടികൾ അവിടെ ആ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. എത്ര മോശമായാണ് കൂടെ നിന്ന് മറ്റു നേതാക്കൾ പെരുമാറിയത്, സംസാരിച്ചത്, ഇടപെട്ടത് എന്നൊക്കെ ഓർക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അത് തുറന്നു പറയാൻ അവർ തയ്യാറായിരിക്കുന്നു. ആ നിയമപരമായി ഇതിനെ നേരിടാനും അവർ തയ്യാറാണ്. എത്ര നല്ല സൂചനയാണ് ഇത് നൽകുന്നത്? മേഡം, ആദ്യമായി ആ പെൺകുട്ടികൾക്ക് അഭിനന്ദനം പറയുകയാണ്. അതായത് ഒരു രാഷ്ട്രീയ മേഖലകളിൽ നടക്കുന്ന ഈ ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരങ്ങൾ തുറന്നു പറയാൻ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ തയ്യാറാകുന്നത് തന്നെ ഒരു നല്ലൊരു സൂചനയായിട്ട് വേണം കണക്കൂട്ടൽ. പ്രത്യേകിച്ച് ലീഗിനെ പോലുള്ള ഒരു പാർട്ടി നേരത്തെ മുതലേ തന്നെ അവര് ഈ പെൺകുട്ടികളെ മൊത്തത്തിൽ സ്ത്രീകളെന്ന് പറയുന്ന ആൾക്കാര് ഈ രാഷ്ട്രീയ കക്ഷികളിലേക്കോ അല്ല അവര് പല മുഖ്യധാരയിലേക്ക് കടന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് ഇപ്പോൾ സ്പഷ്ടമായിരിക്കുകയാണ്. അതായത് ഈ കുട്ടികള് തുറന്നു പറഞ്ഞില്ല. അതാണ് ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു തലമുറകളാണ്. അപ്പൊ കഴിഞ്ഞ തലമുറകളുള്ള ഒരു സ്ത്രീകളെ ആരും അത് തുറന്നു പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും നാൾ മൂടി വെച്ചുകൊണ്ട്. പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് നീതി കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും നാളെ ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതായത് ആ കുട്ടികൾ വളരെ സ്പഷ്ടമായി ഇന്ന് ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു. അത് വളരെ എനിക്കും മക്കളുണ്ട്. ഒരു വളരെ മാനസിക വിഷമത്തോടുകൂടി തന്നെയാണ് നമുക്കത്. ശരി, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. നന്ദി വിളിച്ചതിന്. മായൻകുട്ടി ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ശ്രീ മായൻകുട്ടി, ഇനി എന്നാണ്, ഏത് കാലത്താണ് നേതാക്കൾ മാറാൻ പോകുന്നത്? കാരണം കൃത്യമായി പാർട്ടിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് പോലും തൃപ്തികരമല്ലാത്ത നടപടിയെടുക്കുന്ന ഒരു പാർട്ടി, അതിന്റെ സംഘടന ഹരിത എന്ന സംഘടനയിൽ പ്രവർത്തിച്ച പെൺകുട്ടികൾ മാറി നിൽക്കേണ്ടി വരുന്നു, മാറ്റി നിർത്തുന്നു. കൂടാതെ ഇവരെ പിന്തുണച്ചവരെ പോലും മാറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. എന്നാണ് ഇവരൊക്കെ നന്നാവുന്നത്? ഈ ഹരിത പെൺകുട്ടികൾ ഇത്ര വളരെ വൈകിപ്പോയി. അവർക്ക് ഈ ബുദ്ധി ഉദിക്കാൻ ഇതിന്റെ മുമ്പ് ഉദിക്കേണ്ടതായിരുന്നു. വളരെ വൈകിപ്പോയി. പക്ഷെ വൈകിയാണെങ്കിലും ഇപ്പോഴെങ്കിലും പ്രതികരിച്ചത് അത് എത്രത്തോളം പ്രതികരിച്ചതിന് വളരെ നല്ല അഭിപ്രായമാണ് ഇപ്പൊ പറയാനുള്ളത്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പണ്ട് സ്ത്രീകളെ അംഗീകരിക്കാത്ത ഒരു പാർട്ടിയാണ്. മുസ്ലിം സ്ത്രീകളെ വോട്ട് വാങ്ങിയിട്ട് അധികാരത്തിൽ കയറി സ്ത്രീകളെ ഒരിക്കലും ഒരു മേഖലകളിലും അംഗീകരിക്കാത്ത ഒരു പാർട്ടിയാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഐസ്ക്രീം കച്ചവടം ചെയ്ത് നടക്കുക എന്നല്ലാതെ സാധാരണ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സാധാരണ മുസ്ലിം സ്ത്രീകളിലേക്ക് യാതൊരു തരത്തിലും ഇറങ്ങിച്ചെല്ലാത്തൊരു പാർട്ടിയാണ് ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വം. അപ്പൊ ഈ ഹരിത പെൺകുട്ടികൾ ഈ കാര്യങ്ങൾ കുറെ നേരത്തെ പറയേണ്ടതായിരുന്നു. അവര് കുറെ വൈകിപ്പോയി. ശരി മായൻകുട്ടി. ചന്ദ്രബാബു ചേരുന്നു ഹരിപ്പാട് നിന്നാണ്. ശ്രീ ചന്ദ്രബാബു, മാറിയ കാലത്തും നേതാക്കൾ മാറുന്നില്ല. നേതാക്കൾ പഴയ പോലെ തന്നെ വളരെ കൃത്യമായി പരാതി ബോധിപ്പിച്ചിട്ടും അത്രയും വിഷമതകളിലൂടെ ആ പെൺകുട്ടികൾ കടന്നുപോയിട്ടും അത് നേതൃത്വത്തെ അറിയിച്ചിട്ട് യാതൊരു തരത്തിലും അവരത് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. ചന്ദ്രബാബുവിന്റെ കോൾ കട്ടായി.
കുഞ്ഞാലിക്കുട്ടിയെയും ഇ ടി മുഹമ്മദ് ബഷീറിനെയും കെ പി എ മജീദിനെയും പി എം എൻ സലാമും അടക്കമുള്ള മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും വിളിച്ച് ഈ ഹരിതയുടെ മുൻ ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ അവർക്ക് തൃപ്തികരമായ യാതൊരു തരത്തിലുമുള്ള നടപടി ഉണ്ടായില്ല എന്നത് മാത്രമല്ല, സ്വത്വത്തെ മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് തെറ്റുകാരാണ് എന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ അത് നടന്നു. അതേറെ വിഷമകരമായി സംഭവിച്ച കാര്യമായാണ് രാവിലെ വാർത്താ സമ്മേളനത്തിൽ ഇവർ പറഞ്ഞത്. നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ച ആളുകളിലേക്ക് മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ പോവുകയും പ്രതിഷേധിച്ച് നിന്നവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്ത വളരെ അത്ഭുതകരമായ സംഭവമാണ് ലീഗ് ഹരിതയോട് കാണിച്ചിരിക്കുന്നത്. നമുക്ക് പൊതുവേദിയിലേക്ക് തിരിച്ചു വരാം. പ്രേക്ഷകർക്ക് വിളിക്കാം ഇടവേളയ്ക്ക് ശേഷം. തൃശ്ശൂരിൽ നിന്ന് സുരേന്ദ്രനാണ് ചേരുന്നത്. സുരേന്ദ്രൻ, ഇത് ഒരു പാർട്ടിയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമായൊന്നും കാണാൻ പറ്റില്ല. കാരണം പല പാർട്ടികളിലും ഇത് സംഭവിക്കുന്നു. സംഘടനയിലേക്ക് വരുന്ന പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നവരുണ്ട്, അവരെ കൃത്യമായ സ്ഥാനങ്ങളിലെത്തിക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ പെരുമാറുന്നവരുണ്ട്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പെൺകുട്ടികൾ നേരിടുന്നുണ്ട്. പക്ഷേ ഇത് ഇനിയും തുറന്നു പറയണ്ടേ? പല പാർട്ടികളിലും ഇത് പറയാതെ പേടിച്ചൊക്കെ പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇപ്പോൾ ഇത് ഹരിതയുടെ പഴയ ഭാരവാഹികൾ പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം നമുക്ക് പ്രതീക്ഷ നൽകുന്ന വിഷയങ്ങളാണ്? മാഡം അഭിപ്രായം പറയേണ്ടത്, ഏറ്റവും അഭിപ്രായം പറയാൻ നല്ലൊരു വ്യക്തി ആരാണെന്ന് അറിയാമോ? നമ്മുടെ ആലത്തൂർ MP ശ്രീ രമ്യ ഹരിദാസ്. അവരാണ് ഇതിന് ഏറ്റവും ആദ്യം അഭിപ്രായം പറയേണ്ടത്. കാരണം കുഞ്ഞാലിക്കുട്ടിയും മറ്റു ആൾക്കാർ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയുടെ പെൺകുട്ടികളാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം പ്രതികരിക്കാൻ പറ്റിയ ഒരു നേതാവ് അല്ലെങ്കിൽ MP എന്ന് പറയുന്നത് ശ്രീ രമ്യ ഹരിദാസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം DCC പ്രസിഡന്റ് ആയിരുന്ന ബിന്ദു കൃഷ്ണ, അവർക്കൊക്കെ ഇതിൽ വളരെയധികം അഭിപ്രായങ്ങൾ പറയാനായിട്ടുണ്ടാവും. പക്ഷെ അവരൊന്നും ഇതിനെ പ്രതികരിച്ച് കാണുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചില പാർട്ടികളിൽ വരുമ്പോൾ അഭിപ്രായം പറയുക, മറ്റുള്ള പാർട്ടികളിൽ വരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക. കാരണം മുസ്ലിം ലീഗിനെ പണക്കണ്ടവരെന്നിട്ടായിരിക്കും ഇവര് ഒന്നും മിണ്ടാതിരിക്കുന്നത്. പക്ഷെ ഈ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആൾക്കാരാണ് ഇതിന്റെ തലപ്പത്തും കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരു പാർട്ടിയാണത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രീ ആലത്തൂർ MP അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒന്ന് കേൾപ്പിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. പ്രേം ചർച്ചയിലായാലും എന്തായാലും അതിലൊന്ന് പങ്കെടുപ്പിച്ചിട്ട് ഒന്ന് കേൾപ്പിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി സുരേന്ദ്രൻ. അബ്ദുറഹ്മാൻ ചേരുന്നു വയനാട്ടിൽ നിന്നാണ്. ശ്രീ അബ്ദുറഹ്മാൻ, ഇത് നേതാക്കൾ പെരുമാറിയ രീതിയാണ്, അർദ്ധസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിച്ച പ്രശ്നം. കാരണം കള്ളമാണെങ്കിൽ അത് തിരുത്താൻ പറ്റും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി അവിടെ ഉണ്ടാവും. പക്ഷേ അർദ്ധസത്യങ്ങൾ കൂടുതൽ അപകടകരമാണ് എന്നാണ് രാവിലെ ഹരിതയുടെ മുൻ ഭാരവാഹികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേതാക്കൾ തന്നെ അത്തരത്തിലുള്ള പ്രവൃത്തി സംഘടനയിലെ സ്ത്രീകളോട് കാണിക്കുന്നത് അത് എത്രത്തോളം മോശമാണ്? ഇനിയും അത് നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ പറ്റുന്നതാണോ എന്നാണ് ഇവരിത് മനസ്സിലാക്കുക? ഇത് ചോദിക്കാനും ഇതിന് മറുപടി കൃത്യമായിട്ട് പറയാനും അർഹൻ പഴയ ഷൊർണൂർ MLA ശശിയാണ്. DYFI പ്രവർത്തകയെ ബലാത്സംഗം ചെയ്ത് വഷളാക്കിയതിനു ശേഷം ഇപ്പതാ പുതിയ പദവിയും കൊണ്ട് സർക്കാർ പുതിയ പദവി കൊടുത്തിട്ടുണ്ട്. ഇയാളോടല്ലേ ചോദിക്കാൻ നല്ലേ? അല്ലെങ്കിൽ റഹീമിനോട് ചോദിക്കാം. ഇവിടുത്തെ ഷൊർണൂർത്തെ പഴയ MLA കാര്യത്തിൽ നിങ്ങളുടെ നിലവിലെ അഭിപ്രായം എന്താണ്? അത് കഴിഞ്ഞിട്ട് പോലെ ഹരിതയും ഗിരിതയൊക്കെ അതല്ലേ നല്ലത്? ശരി അബ്ദുറഹ്മാൻ. അഷ്റഫ് ചേരുന്നു അടിമാലിയിൽ നിന്ന്. ശ്രീ അഷ്റഫ്, ഇങ്ങനെയാണോ നേതാക്കൾ ചെയ്യേണ്ടത്? ഇനി എന്നാണ് ഇവരൊക്കെ മാറാൻ പോകുന്നത്? ഞാൻ പറഞ്ഞിട്ട് ഇവരെ ഒന്നും സ്കൂളിൽ വിടാൻ പാടില്ലായിരുന്നു. കാരണം വെച്ചാൽ 5ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പാടില്ലെന്നാണ് അള്ള പറഞ്ഞേക്കുന്നത്. ഇവർക്കൊന്നും വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ലായിരുന്നു. വലിയ പണ്ടത്തിന് വീട്ടിലിരിക്കുക, പ്രസവിക്കുക, ഇത് മാത്രമേ ചെയ്യാവൂ. ഈ സാരിയ മിർസ കണ്ടില്ലേ, അരിപ്പാവട ഇട്ടാണ് പിന്നെ ടെന്നീസ് കളിക്കുന്നത്. അതൊക്കെ വലിയ ബൂർക്കയിട്ട് കളിക്കാൻ പറയണം. പിന്നെ അതുപോലെ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഴുവൻ മുസ്ലിം ലീഗിനെ ജയിപ്പിച്ച് കേരളത്തിൽ പിന്നെ നമുക്ക് താലിബാൻ ഭരണം കൊണ്ടുവരണം. എന്നെങ്കിലേ ഇവരൊക്കെ മര്യാദ പഠിക്കൂ. എനിക്ക് മനസ്സിലായില്ല താങ്കൾ പറഞ്ഞത്. അടുത്ത കോളറിലേക്ക് പോകുന്നു. യൂസഫ് ചേരുന്നു ഒറ്റപ്പാലത്ത് നിന്ന്. ശ്രീ യൂസഫ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ആരോ ഈ ഹരിത എന്ന് പറഞ്ഞാൽ ഇവരെ ശബ്ദിച്ചാൽ അപ്പൊ താലിബാന്റെ മായത്തെ ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നത്. ഇവർക്ക് ഇപ്പൊ ആരുമില്ല. ഇതിനു മുമ്പ് എത്ര രാഷ്ട്രീയക്കാര്
നാവിടത്ത് ഇവരൊക്കെ പറയാൻ കൂടി ഇപ്പൊ രമ്യ ഹരിദാസില്ല, യൂത്ത് കോൺഗ്രസ്സുകാരില്ല, ആരുമില്ല, മാർക്സിയ ഡിവൈഎഫൊക്കെ ആരുമില്ല. ഇപ്പൊ ഇവരെ ഒറ്റപ്പെട്ടില്ലേ? ഇതേപോലെയാണ് താലിബാന്റെ അതേമാതിരിയാണ് ഇപ്പൊ ഇവിടെ ലീഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അനുകൂലമായിട്ടല്ല ഇപ്പൊ ഇവിടെ നടപടി എടുത്തിരിക്കുന്നത്. ഹലോ, പറഞ്ഞോളൂ. അതല്ല ഇപ്പൊ ഇവിടെ കാണുന്നത് നമ്മളാ താലിബാന്റെ അതേ ഭരണം. ഇവരിവിടെ സ്ത്രീകൾക്ക് വലിയ കാര്യത്തിൽ സംഭരണം അതൊക്കെ ഏർപ്പെടുത്തും. ഭരണത്തിൽ വരുമ്പോ സ്ത്രീകളെ ഭരണതലപ്പത്തേക്ക് കൊണ്ടുവരികയല്ല. ഇന്ന് വരെ ഒരു MLA ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ജയിക്കുന്ന ഭാഗത്ത് അവരുടെ തോൽക്കുന്ന ഭാഗം ആർക്കും കൊടുക്കുക. ഇതല്ലേ ഇവരുടെ രാഷ്ട്രീയം. താലിബാൻ തന്നെ. ശരി യൂസഫ്. അടുത്ത കോൾ വയനാട്ടിൽ നിന്നാണ്, ക്ഷമിക്കണം, ഗുരുവായൂരിൽ നിന്ന് അനിൽകുമാറാണ്. ശ്രീ അനിൽകുമാർ, വെർബൽ റേപ്പ് ആഫ്റ്റർ റേപ്പ് അങ്ങനെ ഒരു പരാമർശമുണ്ട്. അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരുന്നു, ഗൂഢ ലക്ഷ്യങ്ങളായിരുന്നു ഇവർക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ അനുഭവിക്കേണ്ടി വന്നത്. അത് വളരെ മോശമാണ്. നമ്മളോടൊപ്പം നമ്മൾ പറയില്ലേ, നെഗറ്റീവായിട്ട് സംസാരിച്ചു, ഇല്ലെങ്കിൽ ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് നമുക്ക് എത്രത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം വർഷങ്ങളായി ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഹരിതയുടെ മുൻ ഭാരവാഹികൾ എത്രത്തോളം കാര്യങ്ങളായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക, അവർ എത്ര പരാതികൾ നൽകിയിട്ടുണ്ടാവും. ഇതൊന്നും കാണാതെയാണ് അവർ ഇന്ന് രാവിലെ വന്നിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. വളരെ ശരിയായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. കേരള സമൂഹം, കേരളത്തിലെ വനിതകളെല്ലാം ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇപ്പൊ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ അഭിപ്രായം പറഞ്ഞ ആളുകളെല്ലാം വ്യക്തതയില്ലാത്ത ഒരു തീവ്രവാദ നിലപാടാണ് സ്വീകരിച്ചു കണ്ടത്. സ്ത്രീകൾക്ക് സമൂഹത്തിലെ ആവശ്യമുള്ള ആളുകളാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണമെന്നെല്ലാം വാതോരാതെ സംസാരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഒരു വനിതാ സംഘടനയ്ക്ക് ഉണ്ടായ തിക്ത അനുഭവമാണ് ഇന്ന് അവര് ചാനലുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇത് നേതൃത്വം തിരിച്ചറിയേണ്ടതാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ല, ലീഗ് നേതൃത്വം മാത്രമാണോ? മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിന് തെറ്റതായിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ നിഷ്കാസനം ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇവരിനി ശബ്ദിക്കാൻ പാടില്ല. ഇവര് നേരത്തെ ഒരാൾ അഭിപ്രായം പറഞ്ഞ പോലെ ഇവരെ സ്കൂളിൽ പറഞ്ഞാണ് ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് മുസ്ലിം ലീഗും ഇതുപോലുള്ള സംഘടനകളും ജീവിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. സ്ത്രീ സുരക്ഷ, ശരി അനിൽകുമാർ. മോഹൻ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീ മോഹൻ, വെർബൽ റേപ്പ് അതൊരു വല്ലാത്ത വാക്കാണ്. അത് എത്രത്തോളം ആളുകൾക്ക് അത് മനസ്സിലാകും എന്നറിയില്ല. പക്ഷെ അത് ക്രൂരമായ വാക്കാണ്. എത്രത്തോളം മോശമായ ഒരു സ്ത്രീയോട് പെരുമാറാൻ സാധിക്കുമോ അങ്ങേയറ്റം മോശമായി പെരുമാറുന്ന രീതി കൂടിയാണ്. അതാണ് നേരിടേണ്ടി വന്നത്. അത് ഒരു പാർട്ടിയിൽ മുസ്ലിം ലീഗ് പോലുള്ള, മുസ്ലിം ലീഗോ മറ്റേത് പാർട്ടിയോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സംഘടനയുടെ ഭാരവാഹി ഇല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധാരണ പ്രവർത്തക നേരിടേണ്ടി വരിക എന്ന് പറയുമ്പോൾ എത്ര മോശമാണ് ആ കാര്യം. അത് മുസ്ലിം ലീഗിന്റെ മാത്രമല്ല, ഇവിടെ ഒരു പുരുഷ പ്രധാൻ ഇതാണ് ഈ ഇന്ത്യയിൽ മൊത്തമില്ല, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും. പിന്നെ ലീഗ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ലീഗിന് അങ്ങനെയില്ല, ഒന്നും ഇല്ല. അവര് ജനങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഹിളാ സംഘടനയും മറ്റു ഹരിതയും ഇതൊക്കെ ഒരു പേരിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അവരെ ഡൊമിനേറ്റ് ചെയ്യുന്നതും ഇതൊക്കെ ചെയ്യുന്നത് അവിടെ പുരുഷ പ്രധാനമാണ്. അവരുടെ നേതാക്കന്മാർ വന്നിട്ട് TV പറയുന്ന കാണുന്നില്ലേ, എത്ര ഇതായിട്ടാണ്, വളരെ വളരെ ഹാഷായിട്ടാണ് പറയുന്നത്. അത് കേൾക്കുന്ന നമുക്ക് പോലും വളരെ ഇതുണ്ടാക്കുന്നുണ്ട്. പിന്നാണോ ആ കുട്ടിയൊക്കെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലീഗുകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരുടെ എല്ലാവരും പെൺകുട്ടികളും വിദ്യാഭ്യാസം ഇവരൊക്കെ വെച്ചു. ഇനി ഇവര് പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവൂല. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതൊക്കെ കണ്ടതാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിലും വേസ്റ്റ് ആയിരിക്കും അവരുടെ ഇത്. പിന്നെന്ന് പറഞ്ഞാൽ അതൊരു ഇതായ പാർട്ടിയാണ്. അതൊരു പാർട്ടി എന്ന് പറയാനും പറ്റില്ല. അത് മതത്തോട് ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് ഒരു മതത്തോട് ബന്ധപ്പെടുത്തിയിട്ടാണ് അതിനെ പറയുന്നത്. അപ്പൊ അതില് അവരുടേതായിട്ടുള്ള ഇപ്പൊ കുറെ ആൾക്കാർ നേരത്തെ പറയുന്ന പോലെ ഈ താലിബാനിസോ മറ്റേതോ ആൾക്കാർ പെൺകുട്ടികളൊക്കെ അകത്തിരിക്കേണ്ടവരാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് അവരുടെ എല്ലാ നേതാക്കന്മാർക്കും. ശരി മോഹൻ, നന്ദി വിളിച്ചതിന്. രാജീവൻ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീ രാജീവൻ, ഇദ്ദേഹം പറഞ്ഞതുപോലെ ഓരോ പാർട്ടിയിലും ഇത്തരത്തിൽ വനിതകളെ ഒരു സംഘടന ഉണ്ടാക്കുന്നത്, ഇപ്പം ലീഗിലാണെങ്കിൽ ഹരിത പോലൊരു സംഘടന, അങ്ങനെ വനിതകൾക്ക് മാത്രമായി സംഘടന ഉണ്ടാക്കുന്നത് വെറും പേരിനാണ്, ഇല്ലെങ്കിൽ അവരെന്തോ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാകുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ കേരളത്തിലുള്ളത്? രാജീവൻ, കേൾക്കാമോ? പറയുന്ന താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. മുജീബ്
ചേരുന്നു, മലപ്പുറത്ത് നിന്നാണ്. ശ്രീ മുജീബ്, ഞാൻ ചോദിച്ചത് കേട്ടു എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു സംഘടനയിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് അത് മറ്റുള്ളവരെ കാണിക്കാനില്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാകുന്നു, അവരെ ഒതുക്കി നിർത്താനുള്ള ശ്രമമാണ് മുതിർന്ന നേതാക്കൾ മുതൽ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ വരെ ചെയ്യുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഒരിക്കലും അങ്ങനെയല്ല. എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗ് എന്ന പാർട്ടി പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ മേലെ ആരോപിക്കുന്നത് വളരെയധികം തെറ്റായ പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. നമുക്കറിയാം ഇവരെ എന്ത് ചെയ്തെന്നാണ് ഇവർ പറയുന്നത്. ഇവരെ എന്ത് ചെയ്തെന്നാണ് ഇവർ പറയുന്നത്. താങ്കൾ കണ്ടിരുന്നു രാവിലെ വാർത്താ സമ്മേളനം? ഇവർക്ക് ശമ്പളം പാർട്ടി കൊടുക്കണില്ലല്ലോ. ഈ സ്ഥാനത്ത് വർക്കില്ല, ശമ്പളം കൊടുക്കണില്ല മാഡം. ഇല്ല. ഈ പി കെ നവാസ് ഒക്കെ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിരുന്നില്ലേ? താങ്കൾ ഈ ലീഗിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതെ അതെ, ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ മുബ്രത്ത് അങ്ങനെ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അതിന് മാപ്പ് പറഞ്ഞല്ലോ. എന്താണ്? പിന്നെ നവാസിന്റെ അടുത്ത് അവനത് മാപ്പ് പറയുകയും ചെയ്തു, ഇല്ലേ? മാപ്പ് പറഞ്ഞാൽ അതായത് നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള ആത്മാഭിമാന പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും നേതൃത്വം അത് ഉൾക്കൊള്ളുന്നില്ല. നിരവധി പരാതികൾ, നിരവധി നേതാക്കളെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വനിതകൾക്ക് വേണ്ടിയുള്ള, ഹരിതയെക്കുറിച്ച് താങ്കൾക്ക് എന്നേക്കാൾ അറിയാമായിരിക്കുമല്ലോ, അങ്ങനെ നിരന്തരം പരാതിപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉള്ള ഒരു സംഘടനയാണ്. അപ്പം അവർ നിരന്തരമായിട്ട് ഈ പരാതി പറയുമ്പോൾ ഇങ്ങനെയായിരുന്നു അത് പ്രതികരിക്കേണ്ടിയിരുന്നത്? ഇങ്ങനെയാണോ നടപടിയെടുക്കേണ്ടിയിരുന്നത്? അവരെ പിന്തുണച്ച ആളുകളെ വരെ, നിങ്ങളുടെ മുസ്ലിം ലീഗിലുള്ള ആളുകളെ വരെ മാറ്റി നിർത്തുന്ന, ഇല്ലെങ്കിൽ സ്ഥാനങ്ങൾ ഒഴിഞ്ഞു പോവാൻ പറയുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ എത്തിയിരിക്കുന്നത്? പാർട്ടിക്ക് ഒരു അച്ചടക്കമുണ്ട്. ആ പാർട്ടി അച്ചടക്കം എന്ത് അച്ചടക്കമാണ് ഇവർ ലംഘിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? ഇപ്പൊ ഇവരുടെ കൂട്ടത്തില് എപ്പോഴും പാർട്ടിന്റെ സ്ഥാനത്ത് നിലകൊള്ളുന്ന ആളുകളുണ്ടല്ലോ. എന്തുകൊണ്ട് അവർക്ക് ഈ പരാതി? അവർക്ക് പരാതി ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് പരാതി പറയാൻ ഇപ്പം ഈ പെൺകുട്ടികൾ വന്നിരുന്നില്ലേ? താങ്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഇത്ര പേർ മുമ്പോട്ട് വന്നിരിക്കും ഇങ്ങനെ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, ഇല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ എത്ര പേർ തയ്യാറാകും? എത്ര പേർക്ക് ധൈര്യമുണ്ട്? എല്ലാവരും വന്നിരുന്ന് പറയണമെന്നില്ല. 4 പേരാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ 4 പേർ വന്നിരുന്ന് പറഞ്ഞാൽ മാത്രം മതി. എല്ലാവരും വാർത്താ സമ്മേളനത്തിൽ വന്നിരിക്കണമെന്നില്ലല്ലോ. മുസ്ലിം ലീഗിലെ പിന്നെ യൂത്ത് ലീഗ് ആണെങ്കിലും സാധാരണ മുസ്ലിം ലീഗ് ആണെങ്കിലും MSF ആണെങ്കിലും ഹരിതയാണെങ്കിലും അവർക്ക് തുറന്ന പുസ്തകമാണ്. അവർ പരാതിക്ക് പറയാൻ നല്ല നേതൃത്വം പാർട്ടിയിലുണ്ട്. ആ നേതൃത്വം പറയുന്നത് അനുസരിക്കല്ലേ ഇവർ വേണ്ടത്? അതാണല്ലോ അതിന്റെ അച്ചടക്കം എന്ന് പറയുന്നത്. എനിക്ക് എന്റേതായ അഭിപ്രായമുണ്ടോ? ഞാൻ ആ അഭിപ്രായത്തിൽ പുറത്തു പോകാനല്ലേ ചെയ്യേണ്ടത്. ശരി, താങ്കൾക്ക് ഇപ്പോഴും ലീഗിൽ എന്താണ് നടക്കുന്നത്, ഇല്ലെങ്കിൽ ലീഗ് നേതാക്കൾ ഹരിത ഭാരവാഹികളോട് എങ്ങനെ പെരുമാറി എന്നതിനെ കുറിച്ച് വലിയ ധാരണയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാസർഗോഡ് നിന്ന് അബ്ദുൾ സമദ് ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ സമദ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ മാറിയ കാലം, അതായത് മുമ്പോട്ട് വന്ന് പരാതി പറയാൻ, ഇല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കാൻ, ചൂണ്ടിക്കാണിക്കാൻ, അനീതി നടന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ തയ്യാറാകുന്ന പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നു, പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. എന്നിട്ടും ചില നേതാക്കൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, ചില പ്രവർത്തകർ, കഴിഞ്ഞ കോളറിനെ പോലെയുള്ള പ്രവർത്തകർക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ഓരോരോ സ്ത്രീകൾക്കും അവരുടേതായ അവകാശങ്ങളും എല്ലാം ഉണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഒരു പാർട്ടിനെ പ്രതിനിധീകരിക്കുന്ന അംഗങ്ങളാണ് ഹരിത എന്ന സംഘടന. എല്ലാ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഹരിത തുടങ്ങിയതും പ്രവർത്തിക്കുന്നതും. ഓരോ പാർട്ടിയുടെ അവർക്ക് അച്ചടക്കം എല്ലാം ഉണ്ട്. അത് അവർ അനുസരിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നേതാക്കൾ ഉദ്ദേശിക്കുന്ന, അതായത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അവരുദ്ദേശിക്കുന്ന അച്ചടക്കത്തിൽ ഈ ഹരിതയുടെ ഭാരവാഹികൾ പോകണമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, അവർ ന്യായത്തിനെ നിൽക്കുന്ന എനിക്ക് പൂർണ്ണമായ ഉറപ്പ്. പിന്നെ എങ്ങനെയാണ് ഇത്രയും പരാതികൾ വരുന്നത്? ശ്രീ അബ്ദുൾ സമദ്, നന്ദി താങ്കൾ വിളിച്ചതിനും താങ്കളുടെ അഭിപ്രായം അറിയിച്ചതിനും. മാറിയ കാലത്തും നേതാക്കൾ മാറിയിട്ടില്ല, ഇനി മാറുമോ എന്ന ചോദ്യമായിരുന്നു പൊതുവേദി ചോദിച്ചത്. പൂർണ്ണമാവുന്നു. നമസ്കാരം.